ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രവാചിക ഈ ശുശ്രൂഷയിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും അളവില്ലാത്ത നന്മകളെ ഓർത്തും നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. നമ്മുടെ അമ്മയായി പരിശുദ്ധ കന്യകാമാതാവിനെ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ച് തന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എത്ര ആനന്ദവും അതിലേറെ അനുഗ്രഹവുമാണ്. നമ്മുടെ അമ്മ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായമാണ്. തൻ്റെ മക്കൾ എപ്പോഴെല്ലാം തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നുവോ, തന്നിൽ ആശ്രയിക്കുന്നുവോ, അവരൊരു നാളും ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ അമ്മ മാതാവ്. പരിശുദ്ധ സഭയുടെ ചരിത്രത്തിലുടനീളം എപ്പോഴെല്ലാം സഭ ഒരു പ്രതിസന്ധിയിലായോ, സഭാ മക്കൾ പ്രതികൂലത്തിലായോ, അപ്പോഴെല്ലാം അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്ത് എത്രയെത്രയോ അനുഭവങ്ങൾ സഭാ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ അമ്മ മാതാവിൻ്റെ നിറസാന്നിധ്യം അനുഭവിച്ച് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മുടെ അമ്മയോടൊപ്പമാണ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് സാർവത്രിക സഭയിൽ റോസാമിസ്റ്റിക് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് അമ്മയോടൊപ്പം കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളെ ധ്യാനിക്കുകയും അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന നവമായ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലേക്കും നമ്മുടെ സഭ മുഴുവനിലേക്കും സ്വീകരിച്ച് സ്വന്തമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ ഔദ്യോഗികമായി ഒഫീഷ്യലായി റോസമിസ്റ്റിക് അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിക്കുകയും അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ പ്രവചന സന്ദേശങ്ങൾ അത് പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങളോടും വിശ്വാസ സത്യങ്ങളോടും ചേർന്ന് പോകുന്നതാണെന്ന് വത്തിക്കാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതുമാത്രം നമുക്ക് ആനന്ദം തരുന്ന ഒരു ദൈവ പ്രവൃത്തിയാണിത്. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയേ, നീ തീർസാ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ നീ ഭയധേയവുമാണ്. പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ പ്രവചന വചനമാണിത്. നീ എത്ര സുന്ദരിയാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ മാതാവ്. ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യനിര പോലെ നീ ഭയദയാണ്. സാത്താനെതിരെ പട നയിക്കുവാൻ യുഗാന്ത സഭയിൽ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ച സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് നമ്മുടെ അമ്മ മാതാവ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈ നിർണായക യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയാണ് മുന്നമേ നിന്ന് ഈ യുദ്ധം നയിക്കുന്നത്. അമ്മയോടൊപ്പം, അമ്മയോട് ചേർന്ന് നമ്മൾ അല്പസമയം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ ഭയഭക്തി ആദരവോടെ പാടി സ്തുതിക്കാൻ പോവാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് സ്തുതികൾക്ക് അർഹനാണ്. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുവചനം, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. എത്ര മനോഹരമായ വചനമാണിത്. ആത്മാവ് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ആരെല്ലാം അമ്മയെ മഹത്വപ്പെടുത്തുന്നുവോ അവരെല്ലാം നിക്ഷേപം കൂട്ടിവെക്കുന്നു. നമ്മുടെ സ്വർഗീയ അമ്മയാണ് പരിശുദ്ധ അമ്മ മാതാവ്. അവൾ നമ്മുടെ ആത്മീയ അമ്മയാണ്. ഇപ്പോഴെല്ലാം നമുക്കൊരു സങ്കടം വരുന്നു, ഒരു പ്രതിസന്ധി വരുന്നു, ഒരു വേദന വരുന്നു, തകർച്ച വരുന്നു, കൂടിയ ദുരിതം വരുന്നു, അപ്പോഴെല്ലാം അമ്മ ഓടിയെത്തി നമ്മെ ആശ്വസിപ്പിക്കുന്നവളും
നമ്മെ ചേർത്ത് പിടിക്കുന്നവളും നമുക്ക് ആവശ്യമായ സ്വർഗീയ കൃപാവരങ്ങൾ പകർന്നു നൽകുന്നവളുമാണ് നമ്മുടെ അമ്മ മാതാവ്. ഹല്ലേലൂയ, ആവേ മരിയ. ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ അമ്മയോടൊപ്പം പറഞ്ഞേ ആവേ മരിയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ അമ്മ മാതാവ് നമ്മുടെ ഒപ്പമുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. പല കുടുംബങ്ങളിലേക്കും അമ്മയുടെ സാന്നിധ്യ സമയം സ്വർഗം പകർന്നു കൊടുക്കുന്നുണ്ട്. പല വ്യക്തികൾക്കും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, സ്വർഗത്തിന്റെ ആ സുഗന്ധാഭിഷേകം അനുഭവിക്കുവാൻ പല ഹൃദയങ്ങളെയും പരിശുദ്ധ ത്രിത്വം തുറക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് റോസ മിസ്റ്റിക് അമ്മയുടെ ഈ മഹാ തിരുനാൾ ദിനത്തിൽ അമ്മയോടൊപ്പം നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ആഗ്രഹിക്കുന്ന സകല നന്മകളാലും നമ്മൾ പൂരിതരാകുവാൻ, സ്വർഗത്തിന്റെ മഹത്വത്താൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, പരിശുദ്ധ അമ്മയുടെ ശക്തമേറിയ മധ്യസ്ഥതയുടെ ശക്തിയാൽ നമ്മളെല്ലാം ശുദ്ധീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും നമ്മുടെ കർത്താവായ യേശുവിന്റെ അമ്മയും അബാപിതാവിന്റെ പൊന്നോമന മകളുമായ, സ്വർഗത്തിന്റെ സൈന്യാധിപയായ, സ്വർഗത്തിന്റെ ഭയങ്കരിയായ നമ്മുടെ അമ്മയായ കന്യകാ മാതാവിന്റെ കരം പിടിച്ച് കരം ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾ അമ്മ മാതാവിനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ. ഒന്ന് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അമ്മ മാതാവിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്നവരാകട്ടെ, കൃപ നിറഞ്ഞവരാകട്ടെ. ആവേ മരിയ. ഞങ്ങളുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, തലമുറകൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ, ഞങ്ങളുടെ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിക്കുന്നു അമ്മ മാതാവേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സഭ മുഴുവനെയും നമ്മുടെ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോസേ പിതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ഒപ്പം നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ. ഏറ്റവും പരിശുദ്ധ കന്യകയെ, എന്നോട് വ്യാകുല മാതാവേ, പാവന വിമലം സ്നേഹമയം, നിൻമുഖ കമലം ശോഭമയം, പരിശുദ്ധ കന്യകയെ, അമ്മ മാതാവേ, ആമേൻ ആമേൻ, സ്നേഹമയം, നിൻമുഖ കമലം ശോഭമയം. കരങ്ങൾ ഉയർത്തി ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ചേർന്ന് പാടി ആരാധിച്ചേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. വലത് കരം ഉയർത്തി ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ നമ്മളൊരു മനസ്സോടെ പ്രഖ്യാപിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആമേൻ ആമേൻ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു അമ്മേ. ആശ്രയിക്കുന്നവർ ഉപേക്ഷിക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ. ചേർന്ന് പാടാ. സ്വർഗപിതാവിൻ പ്രിയപുത്രി, യേശുവിനമ്മേ പ്രിയതായേ. സ്വർഗപിതാവിൻ പ്രിയപുത്രി, യേശുവിനമ്മേ പ്രിയതായേ. റൂഹാതന്നുടെ മണവാട്ടി, സ്നേഹത്തിൻ നിറമലർവാടി. ആവേ മരിയ, ഞങ്ങളുടെ പൊന്നമ്മേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ചേർന്ന് പാടി ആരാധിച്ച് വലിയ ആനന്ദത്തോടെ
ഞങ്ങളങ്ങെ ആരാധിക്കുന്ന കർത്താവേ. ചുംബന പൂവുകൾ നൽകട്ടെ സഭയുടെ അമ്മേ ആശ്രയമേ. പൊന്നമ്മേ ചേർന്ന് പാടിക്കും ഉച്ചത്തിൽ എല്ലാവരും. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ ആവേ മരിയ ആവേ മരിയ ആവേ. കുടുംബങ്ങളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, നിയോഗങ്ങളെ സമർപ്പിച്ച്, തലമുറകളെ സമർപ്പിച്ച്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് അമ്മ മാതാവേ അമ്മയോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുന്നു, ഒന്നിച്ച് മഹത്വപ്പെടുത്തുന്നു. ഒറ്റവിളി യേശുവേ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അധികമായ അഭിഷേകം, ഉന്നതമായ കൃപകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാ ഓരോ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ഓരോ വ്യക്തി ജീവിതത്തിലേക്കും ഇപ്പോൾ പകരപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമ്മയോടൊപ്പം ഞങ്ങൾ ആരാധിക്കുന്നു, അമ്മയോടൊപ്പം ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം മഹത്വം മഹത്വം. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ഞങ്ങളുടെ പൊന്നു അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കും. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനോടൊപ്പം ഇരുന്ന് നമുക്ക് സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ ആനന്ദത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ സഭയിൽ ഇന്ന് പ്രധാനപ്പെട്ട 2 ദിനങ്ങളാണ്. ഒന്ന്, റോസമിസ്റ്റിക് അമ്മയുടെ തിരുനാൾ ഇന്ന് സഭ മുഴുവൻ ആഘോഷിക്കുന്നു. 2, നമ്മുടെ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ 3-ാം പ്രത്യക്ഷീകരണത്തിൻ്റെ ദിനം കൂടിയാണ് ഈ ജൂലൈ 13-ാം തീയതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനത്തിലാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകചരിത്രവും സഭാചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ നിർണായകമായ പ്രാധാന്യമുള്ള ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. ഫാത്തിമയിൽ നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ അമ്മ മാതാവ് ഇപ്രകാരം ലൂസിയോട് പറഞ്ഞു, നിങ്ങളൊരു നിർണായക യുദ്ധത്തിലാണ്. എന്താണ് അമ്മ അവിടെ അറിയിച്ച ആ സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശം? നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എത്ര ശക്തമായ പ്രവചന സന്ദേശമാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് നൽകിയത്. നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്, ഒരു ഫൈനൽ ഫൈറ്റ്, നിർണായകമായ യുദ്ധം. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള ഘോര യുദ്ധം. എൻ്റെ സഹോദരങ്ങളെ, ഈ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മൾ ലോകത്തിലും തിരുസഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അന്തിമ യുദ്ധത്തിൽ എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കുമെന്ന് ഉറപ്പിച്ച്
കൃത്യതയോടെ പരിശുദ്ധ അമ്മ മാതാവ് വ്യക്തമാക്കുകയാണ്. നമുക്ക് എന്തുമാത്രം ആശ്വാസവും അതിലേറെ പ്രത്യാശയും തരുന്ന ഒരു പ്രവചന സന്ദേശമാണിത്. എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അതുകൊണ്ട് തന്നെ ആരെല്ലാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നുവോ അവരാരും നഷ്ടപ്പെട്ടു പോകാതെ അവരെ കർത്താവിന് നിത്യമായ രക്ഷയിൽ സൂക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിന് കഴിയുമെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഉറച്ച് ദൃഢമായി വിശ്വസിക്കണം. ഇളക്കാത്തൊരു വിശ്വാസത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളെ കടന്നു വരണം. അവൾ വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. നമ്മുടെ അമ്മ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. അവൾ മാലാഖമാരുടെ രാജ്ഞിയാണ്. വെളിപാട് പുസ്തകം 12:1 പരിശുദ്ധ വചനം പറയുന്നുണ്ട്, സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യൻ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. നാം നേരത്തെ കണ്ടു വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള യുദ്ധം. ആരാണ് വെളിപാടിലെ കന്യക? അത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ മാതാവ് തന്നെയാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അതുകൊണ്ടാണ് 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ തൻ്റെ അവസാന പ്രത്യക്ഷീകരണ സമയത്ത് സൂര്യനിൽ ആ പ്രകടമായ അത്ഭുതം കാണിക്കുവാൻ പരിശുദ്ധ അമ്മ തയ്യാറായത്. സൂര്യൻ ഉടയാടിയാക്കിയ സ്ത്രീ ഞാൻ തന്നെയാണെന്ന് പരിശുദ്ധ സഭയോടും ലോകത്തോടും നമ്മുടെ അമ്മ മാതാവ് വിളിച്ചു പറയുകയായിരുന്നു. ഞാനാണ് വെളിപാടിലെ കന്യക, ഞാൻ തന്നെയാണ് വെളിപാടിലെ സ്ത്രീ. സൂര്യൻ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ വെളിപാടിലെ കന്യക ഞാൻ തന്നെയാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവ് സഭയെ പഠിപ്പിക്കുകയാണ്. നമുക്കിതിൽ വേറെ പല ദൈവശാസ്ത്ര ചിന്തകളൊക്കെ ഉണ്ടാകാം. എന്നാൽ സഹോദരങ്ങളെ, വ്യക്തമായി സ്വർഗം പറഞ്ഞു വെളിപാടിലെ കന്യക പരിശുദ്ധ അമ്മയാണ്. അഗ്നിമയനായ സർപ്പം, അതിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ കാണാൻ പറ്റും, ഉഗ്രമയനായ അഗ്നിമയനായ സർപ്പം, അത് സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്നവനാണ്. ഇന്ന് ഈ പിശാച് യുദ്ധം ചെയ്യുകയാണ്. സഭയെ തകർക്കാൻ, കുടുംബങ്ങളെ നശിപ്പിക്കാൻ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൃപയിൽ വീഴ്ത്തിക്കളയാൻ, അശുദ്ധ പാപങ്ങളാൽ, അവിശ്വസ്തതകളാൽ നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും സമൂഹങ്ങളെയും ദുഷിപ്പിക്കുവാൻ ഈ നാവുന്നതെല്ലാം അതിൻ്റെ മാക്സിമത്തിൽ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. എൻ്റെ സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 12:17 വളരെ വ്യക്തമായി പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം, സെറമനന്റ്, ആ തെരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ട ഭാഗത്തെ, ആ ചെറിയ ശേഷിപ്പിനെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഇന്ന് ഘോര യുദ്ധം പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ നിർണായക യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുന്നവളും ഈ യുദ്ധം മുന്നമേ നിന്ന് നയിക്കുന്നവളുമായ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഭയങ്കരിയാണ് നമ്മുടെ അമ്മ മാതാവ്. ആവേ മരിയ, ആവേ മരിയ, ആനന്ദത്തോടെ പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാന ഗോപിയിലൂടെ പ്രകാരം പറഞ്ഞു, ഭൂമിയിൽ തന്റെ ആധിപത്യം പിശാച് പ്രബലപ്പെടുത്തിയിരിക്കുകയാണ്. സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് മക്കളെ, എൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവരും ഒന്നിച്ച് വായിച്ച്, ഭൂമിയിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. എൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരം പിടിച്ച് നയിക്കുകയും അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന
ഈശോയെ സ്നേഹിക്കുന്ന ഈ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കുന്ന ഒരു അഭിഷേക നിറവിലേക്ക് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ ഞാൻ നിങ്ങളൊക്കെ കടന്നു വരണം. കാരണം നമുക്കെല്ലാവർക്കും അമ്മ മാതാവിൻ്റെ സഹായം കൂടിയേ തീരൂ. കാരണം ഈ ഒരു നൂറ്റാണ്ട് പിശാചിന് അധികാരം അനുവദിക്കപ്പെട്ട കാലമാണ്. സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. വെളിപാട് 12:12 കാലഘട്ടത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത് മറന്ന് നമ്മൾ ജീവിക്കരുത്. നമുക്ക് നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നിരന്തര സഹായവും സാന്നിധ്യവും മധ്യസ്ഥവും നമുക്ക് കൂടിയേ തീരൂ. പരിശുദ്ധ സഭയിൽ അമ്മ മാതാവിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമായിരുന്നു 1947 ഇറ്റലിയിലെ മോണ്ടിക്യാരി എന്നുള്ള സ്ഥലത്ത് ഒരു സാധാരണ നേഴ്സായിരുന്ന പെരീന ഗില്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ റോസ മിസ്റ്റിക് മാതാവ് എന്ന പേരിൽ അമ്മ അറിയപ്പെടുവാനാണ് അവിടെ ആഗ്രഹിച്ചത്. 1947 മെയ് മാസത്തിൽ പെരീന ഗില്ലി ഒരു നേഴ്സായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ആ ചാപ്പലിൽ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, ഒരു ഇളം നീല നിറത്തിൽ ഉള്ള ഗൗൺ ധരിച്ച് മേലങ്കി ധരിച്ച് വളരെ ദുഃഖിതയായി കണ്ണുനീരോടുകൂടെ അമ്മ വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതയായിട്ട് ഈ പെരീന ഗില്ലിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സ്ത്രീ നോക്കിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തിൽ 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നു. വളരെ വേദനയോടെ വലിയ ദുഃഖത്തോടെ അമ്മ പെരീന ഗില്ലിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ കാണുകയാണ് അമ്മയുടെ ആ ഹൃദയത്തിൽ 3 വാളുകൾ തുളച്ചു കയറിയിരിക്കുന്നു. ഈ 3 വാളുകളുടെ അർത്ഥം എന്താണെന്ന് പെരീന ഗില്ലിക്ക് അമ്മ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ 3 വാളുകൾ കേട്ടോ. നിങ്ങൾ ആ പോസ്റ്റർ നോക്കിക്കേ എൻ്റെ സഹോദരങ്ങളെ. ഒന്നാമത്തെ വാള് ദൈവവിളികളുടെ നാശത്തെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ കുറിച്ച് അമ്മ മാതാവ് വേദനിക്കുകയാണ്. അമ്മ കരയുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികൾ, പൗരോഹിത്യം നഷ്ടപ്പെടുത്തി കളയുന്നവരെ, സമർപ്പിത ജീവിതത്തിൽ പ്രവേശിച്ചവരെ തങ്ങളുടെ സമർപ്പിത ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെ, അതുപോലെ ഇന്ന് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവവിളികൾ, ഇതുമൂലം സ്വർഗം വേദനിക്കുകയാണ്. അതിൻ്റെ അടയാളമായി പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ഹൃദയത്തിൽ 3 വാളുകളും പേറി പെരീന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ പറഞ്ഞു, ഒന്നാമത്തെ വാള് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാളിനെ കുറിച്ച് എന്താണ് അമ്മ പറഞ്ഞു കൊടുത്തത്? അമ്മ പറഞ്ഞു, മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സമർപ്പിതരെയും സൂചിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകള് ഇന്ന് ഒത്തിരിയേറെ സ്വർഗത്തെ വേദനിപ്പിക്കുന്നു. സ്വർഗം നിലവിളിക്കുകയാണ്. ഈ സ്വർഗത്തിന്റെ വേദനയാണ് പരിശുദ്ധ അമ്മ മാതാവ് ആ മോണ്ടിക്യാരിയിൽ റോസ മിസ്റ്റിക് അമ്മയായി പ്രത്യക്ഷപ്പെട്ട് വലിയ ദുഃഖിതയായി കണ്ണുനീരോടെ ഈ പെരീന ഗില്ലിയുടെ അരികിലേക്ക് വന്നത്. മാരക പാപത്തിൽ, കഠിന പാപത്തിൽ അനുതാപം നഷ്ടപ്പെട്ട് മാനസാന്തരമില്ലാതെ കഠിന ഹൃദയത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, വൈദികരെയും സമർപ്പിതരെ അവരുടെ ആത്മനാശത്തെ കണ്ട്, അവരുടെ ആത്മനാശം കണ്ട് അമ്മ മാതാവ് വേദനയോടെ കരയുകയാണ്. മൂന്നാമത്തെ വാള് എന്തായിരുന്നു? യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന വൈദികരെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ. സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണമാണ് മോണ്ടിക്യാരിയിൽ റോസ മിസ്റ്റിക് അമ്മയായി നമ്മുടെ അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടത്. ഇത് സ്വർഗത്തിന്റെ പ്രവചന ദൂതുകളാണ്. ഇന്ന് സ്വർഗം വേദനിക്കുന്നു.
സ്വർഗം കരയുന്നു. പരിശുദ്ധമ്മ രക്തക്കണ്ണീരൊഴുക്കി ലോകത്തിന്റെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വേദന നിരന്തരം നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതകളും വീഴ്ചകളും ഇന്ന് ഒരുപാട് കർത്താവിന്റെ ഹൃദയത്തെ, സ്വർഗത്തെ വേദനിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കാണുന്നത്. നിസ്സാര ലാഭത്തിനു വേണ്ടി, നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭേച്ഛകൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി സഭയെ തള്ളിപ്പറയുന്ന, കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന, നിഷേധിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള്, ഇങ്ങനെയുള്ള ചില വൈദിക ആത്മാക്കള്, അമ്മ പറയാണ്, ഇവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ 3 വാളുകളുടെ അർത്ഥം ഏതാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മ മാതാവ് പെരീന ഗില്ലിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തുടർന്ന് അമ്മ പറഞ്ഞത്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. മോണ്ടിക്കേരിയിൽ റോസമിസ്റ്റിക് അമ്മയായി പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ലോകത്തോടും സഭയോടും അമ്മ വിളിച്ചു പറയുകയാണ്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. യേശുവിന്റെ മൗതിക ശരീരം ആരാ? അത് പരിശുദ്ധ സഭയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുസഭയുടെ അമ്മയാണ്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. മോണ്ടിക്കേരിയിലെ പിലിന ഗില്ലിക്ക് അമ്മ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വെളിപ്പെടുത്തലായിരുന്നു, ഞാൻ തിരുസഭയുടെ അമ്മയാണ്, ഞാൻ മൗതിക ശരീരത്തിന്റെ അമ്മയാണ്. ആ വെളിപ്പെടുത്തൽ മുഴുവൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദേശങ്ങളായിരുന്നു. റോസമിസ്റ്റിക്ക മാതാവ് നമുക്ക് തരുന്ന സന്ദേശങ്ങൾ മുഴുവൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ സഭയുടെ ശുദ്ധീകരണം, സഭയുടെ നവീകരണം, സഭയുടെ ശാക്തീകരണം, തിരുസഭയുടെ വളർച്ച, ഇതിന് ബന്ധപ്പെട്ട സന്ദേശങ്ങളായിരുന്നു റോസമിസ്റ്റിക് അമ്മയിലൂടെ പെരീന ഗില്ലിക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തത്. ആനന്ദത്തോടെ പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. വീണ്ടും 1947 ജൂലൈ മാസം 13-ാം തീയതി വീണ്ടും അമ്മ മാതാവ് പെരീന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ ഈ സ്ത്രീ കണ്ടത് 3 വാളുകളുടെ സ്ഥാനത്ത് അമ്മയുടെ ആ ഹൃദയത്തിൽ 3 റോസാപ്പൂക്കളാണ്. 3 പലവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ. 1 വെള്ള റോസാപ്പൂവ്, 2 ചുവപ്പ് റോസാപ്പൂവ്, 3 ഒരു സുവർണ, ഒരു ഗോൾഡൻ മഞ്ഞ കളറുള്ള ഒരു റോസാപ്പൂവ്. ഈ 3 റോസാപ്പൂക്കളുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു, എന്താണ് ഇതിൻ്റെ അർത്ഥം? ആദ്യം 3 വാളുകളുമായി പ്രത്യക്ഷപ്പെട്ടു, അതെന്താന്ന് പറഞ്ഞു കൊടുത്തു. അതിനെ ഉള്ള പ്രാശ്ചിത്തമായി സഭാമക്കൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അമ്മ വീണ്ടും പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ നോക്കിക്കേ, റോസമിസ്റ്റിക് അമ്മയുടെ ആ ഛായാചിത്രമാണിത്. 3 റോസാപ്പൂക്കൾ, വെള്ള റോസാപ്പൂവ്, ചുവപ്പ് റോസാപ്പൂവ്, അതുപോലെ ഗോൾഡൻ സ്വർണ്ണ കളറുള്ള റോസാപ്പൂവ്. അതിൽ വെള്ള റോസാപ്പൂവ് എന്താണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒന്ന് പറഞ്ഞ എന്താണ്? പ്രാർത്ഥനയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികൾക്ക് വേണ്ടി, പ്രസാദവരം നഷ്ടപ്പെട്ട് മാരക പാപത്തിൽ ജീവിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി, നിസ്സാര ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി പരിശുദ്ധ സഭയെയും കർത്താവായ ഈശോയെയും തള്ളിപ്പറയുന്ന വൈദികര്, അപ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കുക, പ്രേ പ്രേ പ്രേ, ധാരാളം പ്രാർത്ഥിക്കുക. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം ആവശ്യമുണ്ട്, എനിക്ക് പ്രാർത്ഥന ഒരുപാട് ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാനും നിങ്ങൾ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പരിശുദ്ധ സഭയെ അറിയിക്കുകയാണ്,
പത്രോസിലെഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. സകലത്തിനെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കേണ്ട സമയമാണിത്. നമ്മൾ അലസരാകരുത്, പ്രാർത്ഥനയിൽ ഉദാസീനരാകരുത്, ആത്മീയ മന്ദോഷരാകരുത്. അലസതയും മടിയും നമ്മുടെ ജീവിതത്തിൽ അതുമെല്ലാം മാറ്റപ്പെടേണ്ട സമയമാണിത്. ദൈവജനം പ്രാർത്ഥനയിൽ ജാഗരൂകരായി തിരുസഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ആവർത്തിച്ച് ഈ ജൂലൈ 13-ാം തീയതി ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ പുണ്യദിനം കൂടിയാ. ഈ 2 മെസ്സേജുകൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കുകയാണ്. നമ്മുടെ അമ്മ വേദനയോടുകൂടി പറഞ്ഞു, എന്താ പറഞ്ഞത്? മക്കളെ, പ്രാർത്ഥിക്കുക, വളരെ അധികമായി പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. കാരണം ആരും പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിന്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. നമ്മൾ പറഞ്ഞ എന്താണ്? പ്രാർത്ഥിക്കുക, വളരെ അധികമായി പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ചേ, വളരെ അധികമായി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയം. ബഹുമാനപ്പെട്ട വന്യവൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനുള്ള സമയം. നശിക്കുന്ന ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയം. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ വളരെ അധികമായി പ്രാർത്ഥിക്കുക. ആവേ മരിയ. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിന്റെ ഈ പ്രവചന സന്ദേശം ഏറ്റെടുത്ത് അതിനായി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയമാണിത്. ആരും ഇത് അവജ്ഞയോടെ കാണരുത്. നിസാരമായി ലാഘവമായി ഈ പ്രവചന സന്ദേശങ്ങളെ തള്ളിക്കളയരുത്. സഭയുടെ നവീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി സ്വർഗം തരുന്ന ആലോചനകളാണിത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2-ാമത്തെ റോസാപ്പൂവ്, ആ ചുവന്ന റോസാപ്പൂവിന്റെ അർത്ഥം എന്താ? പരിത്യാഗമാണ്. പ്രാർത്ഥന മാത്രം പോരാ, പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക. കൊച്ചു ത്യാഗ പ്രവർത്തികൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് അതെല്ലാം ഒരു ത്യാഗമായി കർത്താവിൻ്റെ രക്ഷാകര സഹനങ്ങളോട് ചേർത്ത് വെക്കുക. അത് വലിയ വലിയ പവർ സഹോദരങ്ങളെ. അപ്രകാരമുള്ള ത്യാഗ പ്രവർത്തികൾക്ക് വലിയ ശക്തിയുണ്ട്. തൻ്റെ സഭയെ നവീകരിക്കുവാൻ, നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, തകരുന്ന കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് ഈ രക്ഷാകര സഹനങ്ങളെ വിതരണം ചെയ്യും, അത് ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ സ്വർഗത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ ത്യാഗ പ്രവർത്തികൾ കർത്താവിന് ആവശ്യമുണ്ട്. 1917 മെയ് 13-ാം തീയതി ഫാത്തിമയിൽ നമ്മുടെ അമ്മ ആദ്യ പ്രത്യക്ഷീകരണമാണ്. ആ 3 ഇടയ കുഞ്ഞുങ്ങളോട് നമ്മുടെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് അമ്മ ചോദിച്ചതെന്ന് പറഞ്ഞു? അമ്മ ചോദിക്കുകയാണ്, ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും അവിടെ നയിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സമ്മതമാണ് കൊണ്ടു. ദൈവത്തിനെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനും പാപികളുടെ മാനസാന്തരത്തിനുമായിട്ട് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ സ്വർഗത്തിന് ആവശ്യമുണ്ട്. തയ്യാറാണെന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി ആ കുഞ്ഞുങ്ങൾ എന്താ പറഞ്ഞത്? ലൂസി അതെ എന്ന് ഉത്തരം നൽകി. ആ സ്ത്രീ തുടർന്നു, എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും, എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും കൂടെയുണ്ടായിരിക്കും. ആവേ മരിയ. സഹോദരങ്ങളെ, എന്തുമാത്രം സഹനങ്ങളോ ഞെരുക്കങ്ങളോ കഷ്ടതകളോ എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ സഹനങ്ങളിൽ സ്വർഗം കൂടെയുണ്ട്. അമ്മ പറയാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ
കർത്താവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അമ്മയായ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ മക്കളെ? നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ എന്തിനാ ആകുലചിത്തരാകുന്നത്? നിങ്ങളുടെ അമ്മയായ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലേ? കൂടെ ഇല്ലേ? സഹോദരങ്ങളെ, നമ്മളിത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അപ്പോൾ പരിത്യാഗ പ്രവർത്തികൾ വളരെ ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതുപോലൊരു ജൂലൈ മാസം 13-ാം തീയതി 1917 പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് നരക ദർശനം കാണിച്ചു കൊടുക്കുക. ആ നരക ദർശനം കാണിച്ചു കൊടുത്തിട്ടാണ് അമ്മ പറഞ്ഞത്, പാപികളുടെ പാവമാത്മാക്കൾ എത്തിച്ചേരുന്ന നരകം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ആ നരക ദർശനം, നരകം എന്ന് പറയുന്നത് കെട്ടുകഥയല്ല, അത് പൊള്ളയായ ആശയമല്ല, അത് മനുഷ്യനെ പേടിപ്പിക്കാൻ മതം കണ്ടുപിടിച്ച സൂത്രമല്ല പ്രിയപ്പെട്ടവരെ. അത് നിത്യസത്യമാണ്. പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു, എൻ്റെ കുഞ്ഞുങ്ങളെ, പാപം എന്താണ്? മാരക പാപത്തിൽ ജീവിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന പാപികളുടെ പാവം ആത്മാക്കൾ എത്തിച്ചേരുന്ന നരകം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരെ രക്ഷിക്കുന്നതിനായി എൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുള്ള ഭക്തി ലോകമെങ്ങും യാഥാർത്ഥ്യമാക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. തുടർന്ന് അമ്മ പറയുകയാണ്, എന്താ പറഞ്ഞത്? വീണ്ടും അമ്മ എന്താ പറഞ്ഞത്? ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ മനുഷ്യർ തയ്യാറായാൽ അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് അമ്മ പറയുന്നത്? പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക, തിരുസഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി. മക്കളെ, ത്യാഗമെടുക്കുക. നിങ്ങളുടെ സഹനങ്ങൾ എനിക്ക് വേണം. സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റുക. സഹനങ്ങളിൽ പിറുപിറുക്കാതെ, പരാതി പറയാതെ, പരിഭവം പറയാതെ, അരിശപ്പെട്ട് ആ സഹനങ്ങളെ നമ്മൾ തള്ളിക്കളയാതെ അതെല്ലാം കൃപയോടെ സ്വീകരിച്ച് രക്ഷാകരമാക്കി മാറ്റുക. നിങ്ങളുടെ ത്യാഗങ്ങൾ, നിങ്ങളുടെ സഹനങ്ങൾ, നിങ്ങളുടെ പരിത്യാഗങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗ്ഗം നമ്മൾ അറിയിക്കുകയാണ്. ആവേ മരിയ. ആനന്ദത്തോടെ പറഞ്ഞ് ആവേ മരിയ. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് സ്തുതിച്ച് യേശുവേ. ഈ പുണ്യദിനത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭയിലേക്ക്, ലോകം മുഴുവനിലേക്ക് ഒഴുകപ്പെടട്ടെ. പീഡകള്, നാരിക ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, കലഹത്തിന്റെ ആത്മാക്കള്, ഭിന്നതയുടെ ആത്മാക്കള്, അനൈക്യത്തിന്റെ ആത്മാക്കള്, അശുദ്ധിയുടെ ആത്മാക്കള്, അവിശ്വാസത്തിന്റെ പീഡകള് പരിശുദ്ധ അമ്മയുടെ ശക്തിമേറിയ മധ്യസ്ഥതയാൽ ചിന്ന ഭിന്നമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. ആവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആമേൻ. ആവേ മരിയ, 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 ആവേ മരിയ. എന്റെ സഹോദരി
എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ സഹനങ്ങൾ സ്വർഗത്തിന് ആവശ്യമുണ്ട്. അതൊന്നും പാഴാക്കി കളയരുതെന്ന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തെ ആ സുവർണ നിറമുള്ള റോസാപ്പൂ എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്രായശ്ചിത്തത്തെയാണ്, പരിഹാരത്തെ. പ്രായശ്ചിത്ത പ്രവർത്തികൾ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയിലേക്ക് സഭ മുഴുവൻ കടന്നു വരണമെന്ന് റോസാമിസ്റ്റിക് അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ ത്രിത്വം ആവശ്യപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങളെ, ആ നരക ദർശനം ജൂലൈ മാസം 13-ാം തീയതി 3-ാം പ്രത്യക്ഷീകരണ സമയത്ത് അമ്മ തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് നീട്ടുകയാണ്. ഈ സമയത്ത് ആ 3 ഇടയ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മാറി അവർ മറ്റൊരു പ്രതലത്തിലോട്ടെത്തി. ആ കുഞ്ഞുങ്ങൾ കാണുകയാണിത് മുമ്പിൽ വലിയൊരു അഗ്നി തടാകം, ഒരു വലിയ തീ തടാകം. ആ തീ തടാകത്തിൽ അനേകം ആത്മാക്കൾ നിലവിളിക്കുന്നു, അട്ടഹസിക്കുന്നു, മുരളുന്നു, ചീത്തവാക്കുകൾ പറയുന്നു, അസഭ്യങ്ങൾ അവർ വിളിച്ചു പറയുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇവരിങ്ങനെ എന്താണിതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അമ്മ ചോദിക്കും, മക്കളെ, നിങ്ങൾ കാണുന്ന കാഴ്ച എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ആ 3 കുഞ്ഞുങ്ങൾ പറയും, അമ്മേ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഉടനെ പരിശുദ്ധ അമ്മ പറയും, മക്കളെ, ഇതാണ് മാരക പാപികൾ, അനുതാപമില്ലാതെ മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ എത്തിച്ചേരുന്ന നിത്യമായ നരകം, തീ നരകമെന്ന് അമ്മ കാണിച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ ആ വിഷയം നിങ്ങളിത് കണ്ടത്. ഈ നരക ദർശനത്തിന് ശേഷം എൻ്റെ സഹോദരങ്ങളെ, ജെസീന്ത എന്ന് പറയുന്ന ആ 7 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന് അവൾക്കുണ്ടായ ആ ഒരു ഫീൽ, അവൾക്കുണ്ടായ ഒരു അനുഭവം അവൾ പങ്കുവെക്കുന്നുണ്ട്. അവൾ എന്താ പറയുന്നത്? ജെസീന്തയ്ക്കുണ്ടായ അനുഭവം എന്താണ് പറയുന്നത്? നരക ദർശനം മൂലം ജെസീന്തയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ അലകൾ അടിച്ചുയർന്നു. ആ ഭീകര ദൃശ്യം, ആ തീ നരകത്തെക്കുറിച്ചുള്ള ദൃശ്യം അവളിൽ ഉളവാക്കിയ ഭീതി മൂലം വലിയ പ്രായശ്ചിത്ത പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളും നിസ്സാരമായിട്ടാണ് ആ 7 വയസ്സുള്ള പൊന്നുമോള്, ഇന്നവൾ വലിയ വിശുദ്ധയാണ് സഭയിൽ, ആ ശുദ്ധാത്മാവിന് തോന്നിയത്. കണ്ടു, നരകത്തിൻ്റെ ഭയാനക ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ 7 വയസ്സുള്ള ആ പുണ്യാത്മാവായ ജെസീന്തയ്ക്ക് തോന്നി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളൊക്കെ എത്രയും നിസ്സാരമാണ്. ഞാൻ കൂടുതൽ സ്നേഹത്തോടെ, കൃപയോടെ കൂടുതൽ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്താൽ, കൂടുതൽ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്താൽ ഇനിയും ധാരാളം ആത്മാക്കളെ എനിക്ക് വീണ്ടെടുക്കാൻ പറ്റും, രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ആത്മീയ കാഴ്ചപ്പാട് 7 വയസ്സ് മാത്രം പ്രായമുള്ള ജെസീന്ത എന്ന് പറയുന്ന ആ പുണ്യാത്മാവിനെ അനുഭവപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ? എന്തുമാത്രം ബോധ്യങ്ങളും അനുഭവങ്ങളുള്ളവരാണ് നമ്മൾ. തിരുസഭയുടെ നവീകരണത്തിനും നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുപ്പിനും വേണ്ടി നമ്മൾ എന്തുമാത്രം പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ആ 7 വയസ്സുള്ള ജെസീന്ത പറയാ, ഞാൻ വളരെ നിസ്സാരമായിട്ടത്തെ ചെയ്യുന്നത്, ഞാൻ കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ ഇനിയും ധാരാളം ആത്മാക്കളെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകത്തിലേക്ക്, ഈ ഒരു കൃപയിലേക്ക് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ ഞാനും നിങ്ങളും കടന്നു വരുവാൻ സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നു.
കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ, ഈ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ. അതിനുശേഷം ലൂസി പറയുന്നൊരു കാര്യമുണ്ട്. ഈ നരക ദർശനത്തിന് ശേഷം എന്താ ലൂസി പറഞ്ഞത്? അവരിൽ ഒരാൾക്ക് കേവലം 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭീകര കാഴ്ച എത്രമാത്രം അവരെ ഞെടുക്കിക്കളയുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഓ നരകം, നരകം, നരകത്തിൽ നിപതിക്കുന്നവരെ ഓർത്ത് ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നു, ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നു. ചില ആളുകൾ, ഭക്താത്മാക്കൾ പോലും, നല്ല കൃപയും ഭക്തിയും അഭിഷേകമുള്ളവർ പോലും നരകത്തെപ്പറ്റി കുട്ടികളോട് സംസാരിക്കാൻ മടിക്കുന്നു. അത് കുട്ടികളെ പേടിപ്പിക്കുമെന്നാണ് അവരുടെ ചിന്ത. എന്നാൽ ദൈവം 3 കുട്ടികൾക്ക് നരകദർശനം നൽകുവാൻ മടിച്ചില്ല. ഇന്ന് ഇതുപോലൊരു തെറ്റായ ബോധ്യം പിശാച് കൊടുക്കുന്നുണ്ട്. നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇത് ഭയത്തിൻ്റെ സുവിശേഷമാണ്. ഇത് എന്ത് ഭയത്തിന്? ഇത് സ്ഥിരസഭയുടെ വിശ്വാസ സത്യമാണ്. നരകത്തിന്റെ അസ്തിത്വത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനം സ്ഥിരീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ഇത് കർത്താവായ യേശുവിന്റെ സത്യപ്രബോധനമാണ്. ഇത് അപ്പോസ്തലന്മാർ വിശ്വസിച്ച് പഠിപ്പിച്ച സത്യവചനമാണിത്. അപ്പൊ നിത്യ നരകം എന്ന് പറയുന്നത് കെട്ടുകഥയല്ല. ഇന്ന് പലരും ചിന്തിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പറയുന്നു നരകം ഒന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കാലഹരണപ്പെട്ടു പോയ സന്ദേശം അല്ല സഹോദരങ്ങളെ. എന്തിനാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം ഈ നരക ദർശനം ഈ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു? അത് സഭയ്ക്കുള്ള മെസ്സേജാണ്, ലോകത്തിലുള്ള മുന്നറിയിപ്പാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നടത്തിയത് അല്ലാതെ ചുമ്മാ ഒരു ദർശനം കൊടുത്ത് അങ്ങ് പോകാനല്ല ഇത് പരിശുദ്ധ ത്രിത്വം അനുവദിച്ചത്. അപ്പോൾ മാതാപിതാക്കളെ നിത്യതയെക്കുറിച്ച് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കണം, മക്കളെ ബോധ്യം കൊടുക്കണം. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കണം. നിത്യ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാറ്റഗിസത്തിലൊക്കെ ഇത് ശക്തമായി പഠിപ്പിക്കണം. മത അധ്യാപകരെ പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട വന്യ വൈദികരെ ഇടവക ദേവാലയങ്ങളിൽ ഹോമിലിയിൽ ഇതൊക്കെ പഠിപ്പിക്കണം. സമർപ്പിതരെ നിങ്ങൾ ഹോമിഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ കുടുംബങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്കും നല്ല ബോധ്യവും വിശ്വാസവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നിത്യത കെട്ടുകഥയല്ല, കെട്ടുകഥയല്ല സഹോദരങ്ങളെ. ഇത് നമ്മുടെ കർത്താവിന്റെ സത്യവചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കർത്താവ് എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നിത്യ നരകത്തെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 40-41 വചനങ്ങൾ പെട്ടെന്ന് അതിനൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഒരുമിച്ച് വായിച്ച്. മത്തായിയുടെ സുവിശേഷം 13-40-41 വചനങ്ങൾ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അഗ്നികുണ്ഡത്തിലേക്ക്. ഏത് അഗ്നികുണ്ഡം? തീ നരകമാണ്. എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായി. അവിടെ വിലാപം 24 മണിക്കൂറും ഇറ്റേണൽ പണിഷ്മെന്റ് ആണ്, നിത്യമായ ശിക്ഷയാണ്. വിലാപവും പല്ലുകടിയുമായിരിക്കും. വീണ്ടും വെളിപാട് പുസ്തകം 21:8 എന്താണ് വചനം പറയുന്നത്? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവുമായിരിക്കും, എരിയുന്ന തടാകവും. ഇതാണ് 2ാമത്തെ മരണം. ഇത് നിത്യ നരകത്തെക്കുറിച്ചുള്ള പരിശുദ്ധ വചനത്തിലെ വെളിപ്പെടുത്തലുകളാണ്. ഇത് ആരുടെയും വ്യക്തിപരമായ കണ്ടുപിടുത്തമല്ല. ഇത് ഏതെങ്കിലും വ്യക്തിയുടെ പേഴ്സണൽ റെവലേഷൻ, വ്യക്തിപരമായ വെളിപാടല്ല. ഇത് കർത്താവിന്റെ സത്യപ്രബോധനമാണ്, പരിശുദ്ധ സഭയുടെ പ്രബോധനമാണ്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച് വിശ്വസിച്ച പ്രബോധനമാണ്. 2000 വർഷമായി തിരുസഭ വിശ്വസിച്ചു പോരുന്ന വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 20:8 വീണ്ടും പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത്? വെളിപാട് പുസ്തകം 20:10, 8 അല്ല 20:10. പെട്ടെന്ന് വചനം വായിച്ച്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഗന്ധകാഗ്നി തടാകം. ഇതേതാ? നിത്യ നരകം, തീ നരകം, കെട്ടുകഥയല്ല സഹോദരങ്ങളെ. ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ എന്താ സംഭവിക്കുന്നത്?
അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. വീണ്ടും വെളിപാട് പുസ്തകം 20-ാം അധ്യായം 14-15 വചനങ്ങൾ. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. അഗ്നി തടാകം. 15 ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നിത്യ നരകം അത് കെട്ടുകഥയാണ്, തമാശ കഥയാണ്. സഹോദരങ്ങളെ, പലരും ചിന്തിക്കുന്നുണ്ട് സ്വർഗം നരകമൊക്കെ ഇവിടെ തന്നെ. അല്ല സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം, 2 തലങ്ങളുണ്ടെന്ന്. ഒന്ന് ഇറ്റേണൽ ലൈഫ്, ഒന്ന് നിത്യമായ ജീവിതം. 2 ഇറ്റേണൽ പണിഷ്മെന്റ്, 2 നിത്യമായ ശിക്ഷ. വിധിക്കപ്പെടും, വേർതിരിക്കപ്പെടും. നിത്യജീവനിലേക്കും നിത്യശിക്ഷയിലേക്കും കടന്നു പോകേണ്ടി വരും. അത് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം എപ്രകാരമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിനുശേഷമാണ് പരിശുദ്ധമ്മ പഠിപ്പിച്ചത്. അത് ഏതൊരു മനുഷ്യർ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനയല്ല, ബുദ്ധിയിൽ ഉദിച്ചൊരു പ്രാർത്ഥനയല്ല, സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. നമ്മൾ ഓരോ ജപമാലയുടെ ആ ദശകത്തിന് ശേഷം എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഓ എൻ്റെ ഈശോയെ. അത് ഫാത്തിമയിൽ ആ 3-ാം പ്രത്യക്ഷീകരണത്തിൽ സ്വർഗം പരിശുദ്ധ അമ്മ മാതാവിലൂടെ നമുക്ക് നൽകിയ മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ നരക ദർശനത്തിന് ശേഷം ഒരു പ്രാർത്ഥന അവിടെ പഠിപ്പിക്കുന്നു. മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സഹനങ്ങളും ത്യാഗങ്ങളൊക്കെ എങ്ങനെ കാഴ്ചവെക്കണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണിച്ച് ഡിസ്പ്ലേ ചെയ്ത് എന്താണ് അവിടെ പറയുന്നത്? ഇപ്രകാരം പറയാണ്, നമ്മൾക്ക് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന ആ സഹനങ്ങളൊക്കെ ഓ എൻ്റെ ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിന് വിമല ഹൃദയത്തിനെതിരായി ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരത്തിനുമായി ഞാനിത് സമർപ്പിക്കുന്നു. 1917 ജൂലൈ 13-ാം തീയതി കണ്ടോ, ആ 3-ാം പ്രത്യക്ഷീകരണത്തിൽ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഇതിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം, 1917 ഈ പ്രവചന സന്ദേശങ്ങളൊക്കെ തിരുസഭയ്ക്ക് നൽകപ്പെടുന്നത്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു ആ ഫാത്തിമ സന്ദേശങ്ങൾ ഉറപ്പിക്കുകയാണ് സ്വർഗം. ഇത് സത്യമാണ്, ഇത് തമാശയല്ല, ഇത് ഗൗരവമായി എടുക്കണം, ഈ സന്ദേശങ്ങൾ വിശ്വസിക്കണം. അവജ്ഞയോടെ അല്ലെങ്കിൽ നിസ്സാരമായി ലാഘവമായി ആരും ഈ സന്ദേശങ്ങൾ തള്ളിക്കളയരുത്, ഇതിനെ പുച്ഛിക്കരുത്, നിരാകരിക്കരുത്, ഈ പ്രവചന സന്ദേശങ്ങളെ അവഗണിച്ച് കളയരുത് എന്ന് സ്വർഗം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ വീണ്ടും 1947 ഇതാ ഇറ്റലിയിലെ മോണ്ടിക്കേരിയിൽ പെരീന ഗില്ലി എന്ന് പറയുന്ന ആ സാധാരണ നേഴ്സിനെ അമ്മ പ്രത്യക്ഷപ്പെട്ടു, റോസ മിസ്റ്റിക് അമ്മയായിട്ട്. ഈ സന്ദേശങ്ങളെ സ്ഥിരീകരിക്കുക, ഫാത്തിമയിൽ വെളിപ്പെടുത്തിയ സന്ദേശങ്ങളുടെ ഒരു സ്ഥിരീകരണം, വീണ്ടും ഒരു കൺഫർമേഷനുമായിട്ടാണ് അവിടെ ഈ സന്ദേശങ്ങളൊക്കെ പറയുന്നത്. പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം, ഇത് തന്നെ ഫാത്തിമയിൽ പറഞ്ഞത്, ഇത് തന്നെ ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഇത് തന്നെ ലാസലേറ്റിലും പറഞ്ഞത്, പിന്നീട് പ്രത്യക്ഷപ്പെട്ട മെജുഗുറിയയിൽ തന്നെയാ പറഞ്ഞത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മെജുഗുറിയയിൽ അമ്മ എന്താ പറഞ്ഞത്? മെജുഗുറിയ സന്ദേശം എന്താ? വേഗം മാനസാന്തരപ്പെടുക. എല്ലാവരും ഒന്നിച്ച് ഉച്ചത്തിൽ വായിച്ചേ, വേഗം മാനസാന്തരപ്പെടുക. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ആവശ്യമാണ്. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. ഇത് തിരുസഭയ്ക്കുള്ള സന്ദേശ, വന്യവൈദികർക്കും സമർപ്പിതർക്കുമുള്ള സന്ദേശ, ആത്മായ പ്രേക്ഷിതർക്കുള്ള സന്ദേശ, ഇത് കുടുംബസ്ഥർക്കുള്ള സന്ദേശ, ഏത് ജീവിതാസിൽപ്പെട്ടവർക്കുള്ള സന്ദേശ, യുവജനങ്ങൾക്കുള്ള സന്ദേശ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. എന്നിട്ട് എന്താണ് അമ്മ പറഞ്ഞത്? പ്രാർത്ഥനയേക്കാൾ ഉപരിയായി ഒന്നും ആവശ്യമില്ല.
പ്രാർത്ഥനയേക്കാൾ ഉപരിയായി ഒന്നും ആവശ്യമില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോൾ ഓരോ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കുന്ന അതിനെ കൺഫേം ചെയ്യുന്ന വിധത്തിലാണ് അടുത്ത പ്രത്യക്ഷീകരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇത് മനുഷ്യൻ എഴുതിയുണ്ടാക്കുന്ന കെട്ടുകഥകളല്ല, ഇത് കൽപ്പിത കഥകളല്ല സഹോദരങ്ങളെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തുമാത്രം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എത്ര വിശിഷ്ടമായ വിധത്തിലാണ് സ്വർഗം ഈ സന്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നത്. നമുക്ക് എത്ര പേർക്ക് ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് എത്ര പേർക്ക് ഇതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുന്നുണ്ട്? നമ്മുടെ കുടുംബങ്ങളെ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട്? നമ്മുടെ സമൂഹങ്ങളെയും സഭയെയും ഈ സന്ദേശങ്ങൾക്ക് അനുസൃതമായി ചിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ട്? ഈ സന്ദേശങ്ങൾ നമ്മൾ എത്ര പേരിലേക്ക് എത്തിക്കുന്നുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണതൊക്കെ. ഈ റോസാ മിസ്റ്റിക് അമ്മയുടെ ഈ മഹാ തിരുനാൾ ദിനത്തിൽ നമ്മളിത് പരിശോധിക്കണം. എത്ര പേർക്ക് ഈ സന്ദേശങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്? ഇന്ന് സോഷ്യൽ മീഡിയക്ക് ഇതുപോലെ ആക്റ്റീവ് അല്ലേ? കുറച്ചൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. സഭാ മക്കൾ ഒരുമിച്ച് മുന്നോട്ട് വരണം. സ്വർഗത്തിന്റെ ഈ പ്രവചന സന്ദേശങ്ങൾ ഈ തലമുറയോട് പ്രഖ്യാപിക്കണം. അനേകരെ മാനസാന്തരത്തിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി ഞാനും നിങ്ങൾ മാറ്റപ്പെടണം. നമ്മൾ കൃപയുടെ നീർച്ചാലുകളാകണം. എന്തിനു വേണ്ടി? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ യുവമക്കളുടെ നിത്യജീവന് വേണ്ടി. നമ്മൾ നമ്മുടെ ജീവിതം ഒരു സജീവ ബലിയാക്കണം മക്കൾ, സഹോദരങ്ങളെ, സജീവ ബലിയാക്കണം. ഒരു ലിവിങ് സാക്രിഫൈസായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വെച്ചു കൊടുക്കണം, കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം 13:5 എന്താ ഈശോ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അപ്പോൾ നമ്മൾ ഈ 2 പ്രത്യക്ഷീകരണങ്ങളിൽ വെളിപ്പെട്ട സന്ദേശങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നതിന് കാരണം ഇത് ഒന്നിനോട് അത് ബിൽഡപ്പ് ചെയ്ത് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പോവുക. അതാണ് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളെ പ്രത്യേകത. കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, സ്ഥിരീകരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്, നമുക്ക് കൃത്യത തരികയാണ്. വീണ്ടും 1947 മുതൽ ആ മെയ് മാസം മുതൽ ഡിസംബർ വരെ 7 പ്രാവശ്യമാണ് പെരിന ഗില്ലിക്ക് റോസാ മിസ്റ്റിക് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. വീണ്ടും 1966 മുതൽ 66 വീണ്ടും അമ്മ 4 പ്രാവശ്യം പെരിന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെട്ടു. മോണ്ടിക്യാരിയിൽ റോസാ മിസ്റ്റിക് അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയിലൂടെ സ്വർഗം നൽകിയ ആഹ്വാനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. റോസാ മിസ്റ്റിക് അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകിയിരിക്കുന്ന ആഹ്വാനങ്ങൾ നിങ്ങളത് മനസ്സിരുത്തി പ്രാർത്ഥനാപൂർവം അതിൽ പറയുന്നത് ഇത് മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതല്ല, ഇത് സ്വർഗം തന്നിരിക്കുന്ന പ്രവചന സന്ദേശങ്ങളാണ്. അതിന് പരിശുദ്ധ അമ്മയെ ത്രിത്വം തിരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അമ്മയ്ക്ക് അധികം റോളില്ല. ഇത് മുഴുവൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മനസ്സാണ്. ത്രിയേക ദൈവത്തിൻ്റെ ആലോചനയാണ് പരിശുദ്ധ അമ്മ മാതാവിനോട് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഇത് ദൈവത്തിൻ്റെ സ്വരമാണ്, ഇത് സ്വർഗത്തിൻ്റെ ദൂതാണ്. വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഒരുമിച്ച് ആ ആഹ്വാനങ്ങളൊന്ന് വായിച്ച്. ഒന്നാമത്തെ ആഹ്വാനം എന്താണ്? എല്ലാ വർഷവും ജൂലൈ 1 മുതൽ 13 വരെ പ്രാർത്ഥിച്ചൊരുങ്ങി ജൂലൈ 13-ാം തീയതി റോസാ മിസ്റ്റിക്കായുടെ ദിനമായി ആഘോഷിക്കുക. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ റോസാ മിസ്റ്റിക് അമ്മയുടെ സാഘോഷം ആഘോഷിക്കുകയാണ്. പല ധ്യാന കേന്ദ്രങ്ങളിലും ഇത് ആഘോഷിക്കുന്നു, സഭയിൽ അനേകം രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നു. ഷെക്കേന ന്യൂസിലെ സഹോദരങ്ങളെ, നമ്മൾ 2 ദിവസം മുൻപ് തന്നെ അഖണ്ഡ ജപമാല തുടങ്ങി. നമുക്ക് ഈ മീഡിയ കോംപ്ലക്സിൽ പരിശുദ്ധ അമ്മ മാതാവിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു ചാപ്പലുണ്ട്. അത് അമ്മ മാതാവിൻ്റെ ചാപ്പലാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ പരിശുദ്ധ ജപമാല, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളതിലേക്ക് കടന്നു വരണം.
ഈ മെസ്സേജ്, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പലരും ഷെക്കേനയിലോട്ട് വന്ന് നമുക്ക് പല പല സാധ്യതകളുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ടും വരണം. നമുക്ക് ഒരുപാട് അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ സഹകാരികളായിട്ട് മാറണം. അതൊത്തിരി അനുഗ്രഹമാണ് നമുക്ക്. അപ്പോൾ 40 മണിക്കൂർ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് അഖണ്ഡ ജപമാല സമാപിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് ഈ ജപമാല പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? തിരുസഭയുടെ നവീകരണം. റോസമിസ്റ്റിക് അമ്മ പ്രത്യേകം പറഞ്ഞ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ തിരുസഭയുടെ അമ്മയാണ്, മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ്. വൈദികർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക, സമർപ്പിതർക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ എടുത്ത് പ്രാശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച് നിങ്ങൾ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഈ സന്ദേശങ്ങളായിരുന്നു. അപ്പോൾ ജൂലൈ 13 തിരുനാൾ ആഘോഷിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു, ഒരുപാട് കൃപകൾ ചൊരിയപ്പെടുന്ന ദിവസമാണ്. നമ്മളതിൻ്റെ ആന്തരിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ തിരുനാൾ ആഘോഷം ആഘോഷിക്കണം. രണ്ടാമത്തെ ആഹ്വാനം എന്തായിരുന്നു? എല്ലാ മാസവും 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ പ്രാർത്ഥിച്ചൊരുങ്ങി അതാത് മാസങ്ങളിൽ ആ 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കുക. എല്ലാ മാസം 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കണം. അതുകൊണ്ടാണ് ഷെക്കേന ന്യൂസിലെ എല്ലാ മാസവും 13-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മഹത്വത്തിനായി അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി അന്ത്യകാല പ്രവാചിക എന്ന പേരിൽ ഈ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഒത്തിരി ബ്ലെസ്സിങ് ആണത്. അമ്മയാണ് ഷെക്കേന ന്യൂസിൻ്റെ ജനറൽ മാനേജർ, GM. അമ്മയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഈ സമയത്ത് നമുക്കുണ്ട്. പക്ഷേ അമ്മ അതെല്ലാം ക്ലേശങ്ങളിലും പതുക്കെ കരം പിടിച്ച് ഓരോ ദിവസവും ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവാണ്. അതുകൊണ്ട് അന്ത്യകാല പ്രവാചക, നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് വരണം. ധാരാളം പേരോട് നിങ്ങൾ പറയണം. എല്ലാ മാസം 13-ാം തീയതി നമുക്ക് അമ്മയുടെ ദിവസമായി, അത് കൃപയുടെ ദിവസമായി നമുക്ക് സാഘോഷം ആഘോഷിക്കുന്നതിൽ നമുക്ക് ആനന്ദവും അതിലേറെ തിടുക്കവും ഉണ്ടാകണം. മൂന്നാമത് എന്താണ് അമ്മ പറഞ്ഞത്? എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ലോകത്തിന് പ്രത്യേക പാപപ്രവൃത്തിയുടെ മണിക്കൂറായി ആചരിക്കുക. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ അതിക്രമങ്ങളിൽ അതിനെ പ്രാശ്ചിത്തം അനുഷ്ഠിച്ച് നമ്മൾ പരിത്യാഗം ചെയ്ത് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി 8-ാം തീയതി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 1 മണിക്കൂർ സമയം സാധിക്കുന്ന ദേവാലയങ്ങളിൽ പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിന് പറ്റാത്തവർ കുടുംബങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് 1 മണിക്കൂർ സമയം കൃപയുടെയും കരുണയുടെയും ആ ഒരു ആഹ്വാനം മനസ്സിലാക്കി എൻ്റെ സഹോദരങ്ങളെ നമ്മളത് നന്നായി ഒരുങ്ങി അത് നിർവഹിക്കാൻ ആ പോസ്റ്റർ നിങ്ങളൊന്നുകൂടി ഇട്ട് 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതൊന്നും മറന്നു പോകരുത്, എല്ലാവരും ശ്രദ്ധിക്കണം. 4-മത് പരിഹാര പ്രദക്ഷിണങ്ങൾ മാതാവിൻ്റെ തിരുസ്വരൂപവുമായി നടത്തുക. പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠകൾ നടത്തുക. ജൂലൈ 13-ാം തീയതി, ഡിസംബർ 8-ാം തീയതി പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഫീസ്റ്റുകളിൽ, തിരുനാളുകളിൽ നമ്മൾ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട്, ഇപ്പോൾ വീട്ടിലാണെങ്കിലും നിങ്ങൾ ആ കൊച്ചു തിരുസ്വരൂപം എടുത്ത് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് സഹോദരങ്ങളൊക്കെ കൂടി 1 മുറി, ആകെ 2 മുറിയും എന്താവട്ടെ, ചെറിയ വീട് വലിയ വീടൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങി അമ്മയുടെ തിരുസ്വരൂപം എടുത്തുകൊണ്ട് ചെറിയൊരു പ്രദക്ഷിണം അമ്മയെ മഹത്വപ്പെടുത്തി പാട്ടുപാടി ഇങ്ങനെ പോകും. വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇടവകകളിലൂടെ, ധ്യാന കേന്ദ്രങ്ങളിൽ, മിനിസ്ട്രികളിൽ ഒക്കെ നമ്മളത് ചെയ്യുന്നത് ഒത്തിരി ബ്ലെസ്സിങ് ആണ്. ഷെക്കേന ന്യൂസിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാറുണ്ട്. അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നമ്മൾ ഈ മീഡിയ കോംപ്ലക്സിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുവാൻ, അമ്മയുടെ സാന്നിധ്യം നിറയുവാൻ, സ്വർഗത്തിൻ്റെ അഭിഷേകം നിറയാനൊക്കെ നമ്മൾ ആ പ്രതിഷ്ഠകൾ നടത്തുന്നതായിരിക്കും. 5-മത് എന്താണ് നൽകപ്പെട്ട ആഹ്വാനം? എല്ലാ വർഷവും ഒക്ടോബർ 13-ാം തീയതി കുമ്പസാരിച്ച് ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിന്, ലോകം മുഴുവൻ്റെയും ആ പാപപ്രവൃത്തിക്ക് എന്ന നിയോഗത്തോടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഒക്ടോബർ 13 നമുക്കറിയാം, ഫാത്തിമയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവസാന പ്രത്യക്ഷീകരണ ദിവസം. കണ്ടു, ഇതെല്ലാം കണക്റ്റഡാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളും
റോസമിസ്റ്റിക്കായിൽ അമ്മ മാതാവ് പറഞ്ഞ മൊണ്ടിച്ചിക്കേരിയിലെ ആ പ്രതിഷ്ഠീകരണവും എല്ലാം എത്ര കൃത്യതയോടുകൂടിയ സ്വർഗം അതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിൻ്റെ പാപപ്രതിക്ക് വേണ്ടി എല്ലാ വർഷവും ഒക്ടോബർ 13 നമ്മൾ പാപപരിഹാര ബലി അർപ്പിച്ച് നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുർബാന അർപ്പിച്ച് ഏറ്റവും യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ലോകത്തിൻ്റെ മാനസാന്തരം, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ അമ്മയോടൊപ്പം കാഴ്ചവെക്കുക. ഇതാണ് റോസമിസ്റ്റിക് അമ്മയിലൂടെ നൽകപ്പെട്ട ആഹ്വാനങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. ഇത് വിശ്വസ്തയോടെ ശ്രദ്ധിച്ച നിങ്ങൾ, ഈ ആഹ്വാനങ്ങൾ സ്വർഗം പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെട്ട ഈ ആഹ്വാനങ്ങൾ വിശ്വസ്തയോടെ ഏറെ സ്നേഹത്തോടെ ആരെല്ലാം നിർവഹിക്കുന്നുവോ അവർക്ക് സ്വർഗം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, പ്രോമീസുകൾ എന്തൊക്കെയാണ് റോസമിസ്റ്റിക് അമ്മ വെളിപ്പെടുത്തി പെരിന്ന ഗിലിയോട്. ഇത് സഭയ്ക്കുള്ള മെസ്സേജാണ്. ഒന്നാമത്തെ വാഗ്ദാനം എന്താണ്? എന്നോട് പ്രത്യേക ഭക്തി പുലർത്തുന്ന വൈദികർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും. എന്നോട് പ്രത്യേകമായി ഭക്തി പുലർത്തുന്ന വൈദികരെ, സമർപ്പിതരെ, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് എൻ്റെ പ്രത്യേകമായി സംരക്ഷണം ഉണ്ടാകും. രണ്ടാമത് അമ്മ പറഞ്ഞു, ദൈവവിളികൾ വർദ്ധിക്കും. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെക്കുറിച്ചുള്ള വേദനയാണ് അമ്മ പെരീന ഗിലിയോട് ഒന്നാമതായി പറഞ്ഞത്. ഒന്നാമത്തെ വാൾ അതായിരുന്നു, നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ വേദന. പക്ഷെ അമ്മ മാതാവിലൂടെ സ്വർഗം വാഗ്ദാനം കൊടുക്കുകയാണ്, ദൈവവിളികൾ വർദ്ധിക്കും. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികൾ വർദ്ധിക്കും. ദൈവവിളികളിൽ അവിടെ വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ വരും. മൂന്നാമത്തെ പ്രോമിസ് എന്തായിരുന്നു? ദൈവവിളികൾ ഉപേക്ഷിക്കുന്നവരുടെ സംഖ്യ കുറയിക്കൊണ്ട് അവർക്ക് കൃപയിൽ ജീവിക്കാൻ പ്രത്യേകം സ്വർഗം അവരെ സഹായിക്കും. പൗരോഹിത്യം വിട്ടുപോകുന്ന, സമർപ്പിത ജീവിതം വിട്ടുപോകുന്ന ഓരോരുത്തരും അവരുടെ ജീവിതാന്തത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നു. അത് വിട്ടുപോകാത്ത വിധം കൃപയിൽ, അഭിഷേകത്തിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ ജീവിക്കുവാനുള്ള ഒരു അസാധാരണമായ കൃപ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം കൊടുക്കുകയാണ്. അഞ്ചാമത്തെ പ്രോമിസ് എന്താണ്? നാലാമത്തെ പ്രോമിസ്, ദൈവ ശുശ്രൂഷകരുടെ തീഷ്ണത വർദ്ധിക്കും. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, ദൈവ ശുശ്രൂഷകരുടെ തീക്ഷ്ണത വർദ്ധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ വൈദികരെ, സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ, ഇതൊക്കെ തീഷ്ണത വർദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ പരിശുദ്ധ കുദാശകളോടുള്ള തീഷ്ണത, പരിശുദ്ധ വചനത്തോടുള്ള തീഷ്ണത, ആത്മീയ കാര്യങ്ങളോടുള്ള തീഷ്ണത, വചന ശുശ്രൂഷകളോടുള്ള തീഷ്ണത, ഇതെല്ലാം വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞാൽ ആത്മീയ മന്ദത മാറും. മന്ദോഷരായ ആത്മാക്കളിലൊക്കെ ആത്മാവിൻ്റെ തീ പിടിക്കും. ആത്മാവിൻ്റെ തീ ഇറങ്ങും. തീ പിടിച്ച ആത്മാക്കളായി നമ്മളെല്ലാം മാറ്റപ്പെടുമെന്ന് സ്വർഗം വാഗ്ദാനം തരികയാണ്. അഞ്ചാമത്തെ പ്രോമിസ് എന്താണ്? ഇങ്ങനെ മരിയൻ ദിനത്തിനായി ഒരുങ്ങുന്ന സന്യാസികൾ, വൈദികർ എന്നിവർക്ക് വിശുദ്ധിയുടെയും വരപ്രസാദങ്ങളുടെയും ധാരാളിത്തം അനുഭവിക്കാൻ സാധിക്കുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു. എല്ലാവരും ഒന്നിച്ച് വായിച്ച്, ഇങ്ങനെ മരിയൻ ദിനത്തിനായി ഒരുങ്ങുന്ന സന്യാസികൾ, വൈദികർ എന്നിവർക്ക് വിശുദ്ധിയുടെയും വരപ്രസാദങ്ങളുടെയും ധാരാളിത്തം അനുഭവിക്കാൻ സാധിക്കുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു. കണ്ടു? അപ്പോൾ നമ്മൾ മരിയൻ ദിനമായി നമ്മൾ ആഘോഷിക്കണം. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിന്, കുടുംബത്തിന്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്ക്, നമ്മുടെ പരിശുദ്ധ സഭയ്ക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആന്തരികമായി ഏറ്റവും ഈ ചൈതന്യത്തോടെ നമ്മളിതൊക്കെ സ്വീകരിക്കുമ്പോൾ അതിനടുത്ത കൃപകൾ, അനുഗ്രഹങ്ങളെല്ലാം ദൈവം പ്രദാനം ചെയ്യും. ആറാമത്തെ പ്രോമിസ് എന്താണ്? എല്ലാ വർഷവും ജൂലൈ 13 റോസമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനമായി കൊണ്ടാടണമെന്ന് അമ്മ നിർദ്ദേശിച്ചു. ഈ തിരുനാൾ ഭക്തിപൂർവം കൊണ്ടാടുന്നവർക്ക് ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് അമ്മ ഉറപ്പു നൽകി. ആവേ മരിയ, ആവേ മരിയ, ആനന്ദത്തോടെ വിശ്വാസത്തോട് ഏറ്റുപറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. എല്ലാ വർഷവും ജൂലൈ 13 നമ്മൾ ഇന്ന് ആ ദിനത്തിലാണ്. ജൂലൈ 13 റോസമിസ്റ്റിക് അമ്മയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുവാൻ സ്വർഗം പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശം തരികയാണ്. നമ്മൾ ഇന്ന് അത് കൊണ്ടാടുന്നു. എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് വർഷിക്കപ്പെട്ടു. നമ്മുടെ കുടുംബങ്ങളിലേക്ക്
ഈ സന്ദേശങ്ങൾ വിശ്വസിച്ച് അതിനനുസരിച്ച് ആന്തരികമായി ആത്മീയമായി ഒരുങ്ങി ഈ തിരുനാളിൽ പങ്കെടുത്തവർക്കെല്ലാം പ്രസാദപരത്തിൻ്റെ വിവിധ കൃപാദാനങ്ങളുടെ വർഷം നൽകി സ്വർഗം മുദ്ര ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വേണ്ട വിധം അറിയാത്തവർ ഇനി അടുത്ത വർഷം നമ്മളിനി ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃത്യതയോടുകൂടി ആചരിക്കുക, ആഘോഷിക്കുക. അത് വെറും ഒരു ബാഹ്യമായിട്ടുള്ള നമ്മൾ ചില കൂത്തുകളും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചില തിരുനാളുകളെന്നും പറഞ്ഞ് നമ്മൾ ഈ എന്താ പറയുക, ഇങ്ങനെ കൊട്ടിയും പാടിയും ബഹളം വെച്ച് ആ തരത്തിലുള്ള ബാഹ്യമായ ആഘോഷമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആന്തരികമായി ആത്മീയമായി നമ്മൾ ആ ചൈതന്യത്തിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റേതായ ഗ്രേസ് സ്വർഗം നമുക്ക് തരും. അടുത്ത നിർദ്ദേശം എന്തായിട്ടാണ് പറഞ്ഞത്? 7-മത്തത്, ഈ വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പാകുമെന്നതിനെ അടയാളം ചോദിച്ച പെരീന ഗില്ലിയോട് അമ്മ പറഞ്ഞു, ഇതായിരിക്കും അടയാളം. 2-ാം ലോക മഹായുദ്ധത്തിലൂടെ തണുത്തുപോയ നിരവധി ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും. സഭ ആദിമ സഭയുടെ ആ ചൈതന്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് ഈ കാലഘട്ടത്തിൽ യുഗാന്ത സഭ മടങ്ങി വരുമെന്ന് വ്യക്തമായ വാഗ്ദാനം കൊടുക്കുക. അതുകൊണ്ടാണ് തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ ധാരാളം നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. റോസമിസ്റ്റിക് അമ്മയിലൂടെ വെളിപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ആയിരുന്നു, ഞാൻ സഭയുടെ അമ്മയാണ്, മൗതിക ശരീരത്തിൻ്റെ അമ്മയാണ്. സഭയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക. 8-മത്തെ പ്രോമിസ് എന്തായിരുന്നു? 8-മത്തെ വാഗ്ദാനം, ഇതെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷേ അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാനും തയ്യാറാകണം. എൻ്റെ സഹോദരങ്ങളെ, റോസ മിസ്റ്റിക് അമ്മയുടെ ഈ മഹാതിരുനാൾ ദിനത്തിൽ പരിശുദ്ധ ത്രിത്വം നമ്മുടെ അമ്മ മാതാവിലൂടെ നമുക്ക് നൽകിയ, സഭയ്ക്ക് നൽകിയ, നമ്മുടെ കുടുംബങ്ങൾക്കും സമർപ്പിത സമൂഹങ്ങൾക്ക് നൽകിയ ഈ നിരവധിയായ പ്രോമീസുകൾ, വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക. നമ്മളിത് അവജ്ഞയോടെ കാണരുത്, നമ്മളിതിനെ അവിശ്വസിക്കരുത്. ഇതൊരു പേഴ്സണൽ റെവലേഷൻ അല്ല, ഇത് തിരുസഭ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണമാണ്. മോണ്ടിക്കാരിയിൽ പെരീന ഗില്ലിക്ക് റോസാ മിസ്റ്റിക്ക മാതാവായി നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഇതെല്ലാം സ്വർഗത്തിൻ്റെ ആലോചനകളാണ്. മനസ്സിലാക്കുക സഹോദരങ്ങളെ, നമുക്കിത് സ്വീകരിക്കാം, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. ഈ ദിനത്തിൻ്റെ എല്ലാ സ്വർഗീയ നൽവരങ്ങളാലും നമ്മൾ അലങ്കൃതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ സമ്പന്നമാകുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും ഈ അഭിഷേകത്തിൻ്റെ തീ പടരുവാൻ, പരിശുദ്ധ സഭ മുഴുവനിലേക്കും ഈ ആത്മീയത പടരുവാനും വ്യാപരിക്കുവാനുമായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് അറിയിക്കുകയാണ്. നാളെ മുതൽ 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നമുക്കറിയാം, 16-ാം തീയതി സഭയിൽ മറ്റൊരു പ്രധാനപ്പെട്ട തിരുനാളാണ് കർമ്മല മാതാവിൻ്റെ തിരുനാൾ. കർമ്മലീത്ത അമ്മയുടെ തിരുനാളാണ്. നമ്മൾ പരിശുദ്ധ അമ്മ മാതാവ് സൈമൺ സ്റ്റോക്കിന് നൽകിയ നമ്മൾ പറയും, നമ്മുടെ മലയാള ഭാഷയിൽ പറയും വെന്തിങ്, അതൊക്കെ വലിയ സ്വർഗീയ ആയുധങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഈ സ്വർഗീയ ആയുധം നമ്മൾ ധരിക്കണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, വെന്തിങ്ങ കഴുത്തിൽ ധരിക്കണം, ജപമാല കരങ്ങളിലാണ് പിടിക്കേണ്ടത്. വെന്തിങ്ങ കഴുത്തിലുണ്ടാകണം. നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ നമ്മൾ വെന്തിങ്ങ ധരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കും സ്വർഗം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി, നമ്മുടെ കുടുംബങ്ങളുടെ സുരക്ഷിതത്വം. ഇതുപോലുള്ള ചില പാരമ്പര്യമായ, ചില ട്രഡീഷണലായിട്ടുള്ള ചില ഭക്തികളും അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ അറിഞ്ഞറിയാതെയോ ലോകാരൂപിയും അതുപോലെ തന്നെ ഈ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭയിലേക്ക് കടന്നു വന്നതോടുകൂടി ചില ട്രഡീഷണലായിട്ടുള്ള ചില പ്രാർത്ഥനകളും ഭക്തികളൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോവാണ്. തന്മൂലം നമ്മുടെ ശക്തി കുറയുന്നു, നമ്മുടെ കുടുംബങ്ങൾ നശിക്കുന്നു, സഭ തളരുന്നു, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളൊക്കെ ദുർബലമായി പോകുന്നു. അതിനൊക്കെ കാരണം നമ്മൾ അറിഞ്ഞറിയാതെ ഇതിനൊക്കെ അകന്നു പോയതാണ്. തിരിച്ചു വരേണ്ട സമയമായി. ഇത് മടങ്ങി വരുവാനുള്ള സമയമാണ്. ഇതൊക്കെ പൂർവാധികം പിന്നെ സഭയിൽ ശക്തിപ്പെടുത്തണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് ജൂലൈ 14, 15, 16 തീയതികളിൽ ക്യൂൻ ഓഫ് കർമ്മല മാതാവിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഷെക്കൻ ന്യൂസ് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരും അതിലേറ്റവും ആനന്ദത്തോടെ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം.
ഒപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് അതിൽ കുറച്ച് പേരൊക്കെ കുറച്ച് സഹായിച്ച് നമുക്കൊരു ഒരു ഒരു 15-20% നമുക്ക് ആ മേഖല എത്തിപ്പെടാൻ പറ്റി. ഇനിയും ഞാൻ പറഞ്ഞു, നമുക്ക് ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വേണം. കാരണം ചില വലിയ വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥയുള്ള സഹോദരങ്ങളെ. പല പേയ്മെൻറ്റുകളും നമുക്ക് കൊടുത്തു തീർക്കേണ്ട സമയമായി. അതിന് അവസാന ഡേറ്റുകളൊക്കെ വിട്ടു പോയി. അപ്പം നമുക്ക് നല്ലൊരു പ്രഷറുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങൾ പലരും അവർ കൊച്ചു സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ചു. ഞാൻ അവരെ എല്ലാ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് ദൈവകൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നിങ്ങൾ നല്ലതുപോലെ എൻ്റെ സഹോദരങ്ങളെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർ മുന്നോട്ട് വന്ന് നിങ്ങൾ സഹായിക്കണം. ഈ ശുശ്രൂഷയെ നിങ്ങൾ നിലനിർത്തണം. ഇത് സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി വളരുവാൻ നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളും നിങ്ങളുടെ സഹായങ്ങളും തരണം. അതിൽ അക്കൗണ്ട് നമ്പറും അതിൻ്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സഹായം നിങ്ങളോട് അയച്ചു കഴിഞ്ഞാൽ ഷെക്കേനയുടെ അക്കൗണ്ട്സ് സെക്ഷനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. ഈ ഫോൺ നമ്പറിൽ ഞാൻ ഇന്നത് അയച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്. പലരും അയക്കുമ്പോൾ കൃത്യമായിട്ട് അഡ്രസ്സ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഇവിടുന്ന് ഫോളോ അപ്പ് തരാനും, അതുപോലെ നിങ്ങൾ തന്ന ആ സഹായത്തിന് അതിൻ്റെ റെസിപ്റ്റൊക്കെ കൃത്യതയോടെ അയക്കാൻ വേണ്ടിയാണ് നിങ്ങളത് അയക്കുമ്പോൾ അതിവിടെ വിളിച്ചു പറയണമെന്ന് പറയുന്നത്. സ്നേഹത്തോടെ നമുക്കത് സ്വീകരിക്കാം.